أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1108 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 23 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ മുഅ്മിനൂനിലെ 23 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ആ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. പുതിയൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ് ഈ ആയത്തുകളിലൂടെ. സൂറത്തുൽ മുഅ്മിനൂനിൽ നമ്മൾ ഇന്നലെ അതുപോലെ ഏതാനും ദിവസങ്ങളായിട്ട് പഠിച്ചു വരുന്ന ഭാഗത്ത് വളരെ ശ്രദ്ധേയമായ ചില പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തി തരുന്ന ചില വിവരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായത്. ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തന്നതും ആ മഴ ഭൂമിയില് ആ മഴവെള്ളത്തിന് ഭൂമിയിൽ വസിപ്പിച്ച കാര്യവും എപ്പോ വേണമെങ്കിലും അത് പിൻവലിക്കാൻ അള്ളാഹുവിന് സാധിക്കുമെന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ട്. അതുപോലെ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ, വിവിധങ്ങളായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടങ്ങൾ, അതുപോലെ തൂർ സൈനായിൽ പ്രത്യേകമായി പരാമർശം അർഹിക്കുന്നതായി ഉള്ള എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വളരുന്ന ഒരു വൃക്ഷത്തിന്റെ കാര്യം, അതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു സംഗതി നാക്കാലികളില്, കന്നുകാലികളില്
നിങ്ങൾക്ക് വലിയ പാഠമുണ്ട് എന്നുള്ള ഒരു സംഗതിയാണ്. അവയുടെ ഉദരങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ പാനീയം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവും, നിങ്ങൾക്ക് വേറെ പല പ്രയോജനങ്ങളും ഭക്ഷ്യയോഗ്യമായ സംഗതികളും ഒക്കെ അതിൽ നിന്ന് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന കാര്യമൊക്കെയാണ് പരാമർശിക്കപ്പെടുകയുണ്ടായത്. അതുപോലെ കപ്പലുകളും ഈ സഞ്ചാരത്തിനായിട്ട് മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്ന മൃഗങ്ങളുമൊക്കെ അള്ളാഹു മനുഷ്യന് വേണ്ടി ഒരുക്കി തയ്യാറാക്കി തന്നിട്ടുള്ള പ്രപഞ്ചത്തിലെ ഭൂമുഖത്തെ സംവിധാനങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തുടർന്ന് അള്ളാഹു ചരിത്രത്തിലെ ശ്രദ്ധേയനായ ഒരു പ്രവാചകന്റെ ദൗത്യത്തെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന പ്രവാചകൻ മഹാനായ നൂഹ് അലൈഹിസ്സലാമാണ്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നിശ്ചയമായിട്ടും നൂഹിനെ നാം അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് മുർസലായിട്ട് നിയോഗിക്കുകയുണ്ടായി. നൂഹ് അലൈഹിസ്സലാമിനെ നാം പ്രവാചകനായിട്ട് അള്ളാഹുവിന്റെ റസൂലായിട്ട് നിയോഗിച്ചയക്കുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ നമ്മള് പിന്നിട്ട സൂറത്തുകളിൽ, സൂറത്തുൽ ആറാഫില്, സൂറത്ത് യൂനുസ്, ഹൂദ്, ബനി ഇസ്രായീൽ അല്ലെങ്കിൽ ഇസ്രാ, അംബിയ തുടങ്ങിയ സൂറത്തുകളിലൊക്കെ ആയിട്ട് നൂഹ് അലൈഹിസ്സലാമിനെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വസ്തുതകളും ഒക്കെ വിശദമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നൂഹ് അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക്, അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് ദൈവിക ദൗത്യം നിർവഹിക്കുന്ന ദൂതനായിട്ട് നിയോഗിക്കപ്പെടുകയായിരുന്നു അദ്ദേഹം. വലഖദ് അർസൽന നൂഹൻ ഇലാ ഖൗമി, നിശ്ചയമായിട്ടും നൂഹിനെ നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയക്കുകയുണ്ടായി. ഫഖാല യാ ഖൗം, അങ്ങനെ നൂഹ് അലൈഹിസ്സലാം ആ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യം, അതിന്റെ മുഖ്യമായ ആശയം ഇതാണ്. യാ ഖൗം, എന്റെ കൂട്ടരെ, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി നിലകൊള്ളുക. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനെ കൂടാതെ നിങ്ങൾക്ക് വേറെ ഒരു ഇലാഹുമേ ഇല്ല. അവൻ മാത്രമേ ഇലാഹായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യുന്നവരായി നിലകൊള്ളുക. ഇതാണ് നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞിട്ടുള്ള മുഖ്യമായ കാര്യം. യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, അവന് വിധേയപ്പെടുന്ന, അവന് ആരാധനകൾ അർപ്പിക്കുന്ന, അവനെ അനുസരിക്കുന്ന, അവന് കീഴ്പ്പെടുന്ന ആളുകളായിട്ട് നിങ്ങൾ നിലകൊള്ളണം. ഇതാണ് നൂഹ് അലൈഹിസ്സലാം അവരോട് ആവശ്യപ്പെട്ട കാര്യം. ഉഅ്ബുദുല്ല എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ അർത്ഥതലങ്ങളും ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന് കീഴ്പ്പെടല്, അള്ളാഹുവിന് സമർപ്പിക്കല്, അള്ളാഹുവിനെ അനുസരിക്കല്, അള്ളാഹുവിനെ ആരാധിക്കല്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞ് ആ പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങളായിട്ട് ഇതൊക്കെയും നമുക്ക് കാണാൻ പറ്റും. ഫഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ, എന്നിട്ട് പറയുന്ന മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അത് പറയുന്നതിനുള്ള യുക്തിയുടെ തലം ഇതാണ്. അവനല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വെറുതെ അബദ്ധം ചെയ്യേണ്ടതില്ല. അള്ളാഹു അല്ലാത്ത പലതിനെയും ദൈവമായി സങ്കല്പിച്ചുകൊണ്ട് അവക്കൊക്കെ വിധേയത്വം നൽകിക്കൊണ്ട് നിങ്ങൾ സ്വയം വിഡ്ഢികളായി മാറേണ്ട. അങ്ങനെ ഒരു ഇലാഹും ഇല്ല, അള്ളാഹുവേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി നിലകൊള്ളുക. ആ അള്ളാഹുവിനാണ് നിങ്ങൾ വിധേയത്വം നൽകേണ്ടത്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു,
അവനെ കൂടാതെ നിങ്ങൾക്ക് വേറെ ഇലാഹില്ല, ആരാധ്യനായിട്ട് മറ്റൊരാളും ഇല്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ നൂഹ് അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ച സന്ദേശം എല്ലാ പ്രവാചകന്മാരും മുന്നോട്ട് വെച്ച ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിന്റെ സന്ദേശമാണ്. വേറെ ചില വാക്കുകളിലാണ് അതിവിടെ പറയുന്നത് എന്നേ ഉള്ളൂ. യാ ഖൗമി അഅ്ബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. നിങ്ങൾ ജാഗ്രതയുള്ളവരും സൂക്ഷ്മതയുള്ളവരും ഭയപ്പാടുള്ളവരും ആവുന്നില്ലേ? ഇങ്ങനെ അല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ല കൂട്ടരെ എന്നാണ് നൂഹ് അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നത്. ഇലാഹായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥയിരിക്കെ നിങ്ങൾ മറ്റു പലതിനെയും ഇലാഹുകളായിട്ട് കാണുന്നു എന്നതില് അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു പേടിയും ഭയവും ഒന്നുമില്ലേ? അഫലാ തത്തഖൂൻ. നിങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നവരാവുന്നില്ലേ? തഖ്വയുള്ളവരാകുന്നില്ലേ? ശ്രദ്ധയും കരുതലും ഉള്ളവര് ആവുന്നില്ലേ എന്നാണ് നൂഹ് അലൈഹി ഇസ്ലാം തന്റെ ജനതയോട് ചോദിക്കുന്നത്. വേറെ നിലക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിപരമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലേ? ഈ അബദ്ധങ്ങൾ ചെയ്തുകൊണ്ട് ഈ അബദ്ധങ്ങളെ പിൻപറ്റിക്കൊണ്ട് പോവുക എന്നതല്ലാതെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മടയന്മാരാവാതിരിക്കുക എന്നൊരു കാര്യം ചെയ്യാനും നിങ്ങൾക്ക് പറ്റൂലേ എന്നാണ് ചോദ്യം. അപ്പോ അഫലാ തത്തഖൂൻ, നിങ്ങൾ കരുതലുള്ളവരാകുന്നില്ലേ? ഇപ്പൊ ഖാലൽ മലഉ അല്ലദീന കഫറു മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട നിഷേധികളായ പ്രമാണിമാരായ ആളുകൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. എല്ലാവരും അല്ല, ഇവിടെ പ്രത്യേകമായിട്ട് നാട്ടിൽ സ്വാധീനമുള്ള ആളുകളെ നിയന്ത്രിക്കുന്ന നാട്ടിലെ പ്രമുഖരും പ്രമാണിമാരും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന ആളുകൾ എല്ലാവരും തന്നെ അദ്ദേഹത്തെ നിഷേധിക്കുകയാണ്. നൂഹ് അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ നിലപാടെടുക്കുന്നത്. കൂട്ടത്തില് അവരിലെ പ്രമാണിമാര് ചോദിച്ചു, ഫഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലെ നിഷേധികളായ ആളുകളുടെ കൂട്ടത്തില് അവരിലെ പ്രമാണിമാരും പ്രമുഖരും ഒക്കെയായ ആളുകൾ പറഞ്ഞു, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. ജനങ്ങളോടാണ് അവർ പറയുന്നത്. നൂഹ് അലൈഹി ഇസ്ലാം കേൾക്കെ തന്നെ, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇയാള് നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊന്നുമല്ല. ഇയാള് ദൈവദൂതൻ എന്നൊക്കെ അവകാശപ്പെട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഇയാൾ ഒരു സാധാരണ മനുഷ്യൻ, നിങ്ങളെയും എന്നെയൊക്കെ പോലെയുള്ള സാധാരണ മനുഷ്യൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇയാൾക്ക് ഒരു പ്രാധാന്യവുമില്ല എന്നാണ് നാട്ടിലെ പ്രമാണിമാര് ജനങ്ങളെ സ്വാധീനിക്കുന്ന വിധത്തില് പറയുകയുണ്ടായത്. ഫഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി, തന്റെ ജനതയിലെ നിഷേധികളായ ആളുകളുടെ കൂട്ടത്തിലെ പ്രമാണിമാരും പ്രമുഖരും പറഞ്ഞത് ഇങ്ങനെയാണ്, മാ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഇയാൾ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. യുരീദു അൻ യതഫദ്ദല അലൈക്കും, ഇയാളിപ്പോ പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ അയാൾ നിങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവന്റെ ഉദ്ദേശം അതാണ്. യുരീദു അൻ യതഫദ്ദല അലൈക്കും, നിങ്ങളെക്കാളും ശ്രേഷ്ഠനാണ് താൻ എന്നത് വരുത്തുക, അങ്ങനെ വരുത്താൻ വേണ്ടിയാണ്, അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് അവന്റെ ഉദ്ദേശം. അപ്പോ നിങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായ, നിങ്ങൾക്കില്ലാത്ത, സാധ്യതയില്ലാത്ത വിധത്തില് സമാവിയായ അറിവ് കിട്ടുന്നുണ്ട്, എനിക്ക് വെളിപാട് ലഭിക്കുന്നുണ്ട്, ദൈവിക മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നൊക്കെ പറയുമ്പോ ഉടനെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയാണ് അവര് കരിവാരി തേക്കുന്നത്. ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, നൂഹല്ലേ, നൂഹ് ഇന്നലെയും മിനിയാന്നൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാധാരണ മനുഷ്യനല്ലേ. പെട്ടെന്ന്
അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് രംഗത്ത് വന്നാൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. അവന് നിങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠതയുള്ള, പ്രാധാന്യമുള്ള, അംഗീകാരം കിട്ടേണ്ട ആളാണ് എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത് എന്നാണ് അവരാരോപിക്കുന്നുണ്ടായത്. അപ്പോ യുരീദു അയ്യതഫദ്ദല അലൈക്കും, അവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെക്കാൾ ഫضലുള്ളവനാണ് താൻ എന്ന് വരുത്തി തീർക്കാനാണ്. അല്ലാതെ ഇയാളൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ് നിങ്ങളെ എന്റെയൊക്കെ പോലെ, എന്നിട്ടും നമ്മളെക്കാളൊക്കെ എന്തോ കേമനാണ് എന്ന വിധത്തില് ഒരു അവകാശവാദവുമായിട്ടാണ് അവൻ വരുന്നത്. അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും. വലൗ ഷാ അല്ലാഹു ലഅൻസല മലായികത, അങ്ങനെ ഒരു ദൂതനെ അയക്കേണ്ട കാര്യമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു മലക്കുകളെയാണല്ലോ അയക്കുക. അള്ളാഹുവിന്റെ സേവകന്മാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണല്ലോ മലക്കുകൾ. അതുകൊണ്ട് ഒരു ദൂതന്റെ അടുക്കൽ വല്ല സന്ദേശവും കൊടുത്തു വിടേണ്ടതുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു സ്വാഭാവികമായിട്ടും ഒരു മലക്കിനെയാണ് അയക്കേണ്ടിയിരുന്നത്. അതല്ലാതെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളെ ബാക്കിയുള്ളവരെക്കാളൊക്കെ താനെന്തോ ഫضലുള്ള, ശ്രേഷ്ഠതയുള്ള ആളാണ് എന്ന് വരുത്തുന്ന വിധത്തില് ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കുക, അതൊരിക്കലും ഉണ്ടാവില്ല എന്നാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ നാട്ടുകാർ പ്രതികരിച്ചത്. അവരുടെ കൂട്ടത്തിലെ പ്രമാണിമാരുടെ പ്രതികരണം അതാണ്. വലൗ ഷാ അല്ലാഹു ലഅൻസല മലായികത, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ മലക്കുകളെ തന്നെ അയക്കുമായിരുന്നല്ലോ. അങ്ങനെ ഒരു ഉദ്ദേശം അള്ളാഹുവിന് ഇല്ല എന്നാണ് അത് കാണിക്കുന്നത്. മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ, ഇങ്ങനെ ഒരു ഏർപ്പാട് നമുക്ക് നമ്മുടെ പൂർവികരിലൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നിട്ട തലമുറകളിലൊന്നും ഇങ്ങനെ ഒരു ഏർപ്പാട്, മനുഷ്യന് മാർഗദർശനം ചെയ്യാൻ വേണ്ടി കൂട്ടത്തിൽ ഒരാളെ ദൈവിക വെളിപ്പാട് നൽകിക്കൊണ്ട് പറഞ്ഞയക്കുക എന്നൊരു ഏർപ്പാട് മുമ്പെങ്ങും നമ്മളുടെ പൂർവികർക്കിടയിലൊന്നും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് ഈ ഒരു ഏർപ്പാട് ഇയാള് സ്വയം ഞെളിയാൻ വേണ്ടി, സ്വയം നമ്മുടെ കൂട്ടത്തിൽ ഒരാളാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാനാണ് കൂടുതൽ പ്രഗത്ഭനും പ്രാധാന്യമുള്ളവനും എന്ന് വരുത്താൻ വേണ്ടി ചെയ്തിരിക്കുന്ന പണിയാണ്. അപ്പോ തീർച്ചയായിട്ടും അതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നുകിൽ അധികാരം പിടിച്ചെടുക്കാൻ, നേതാവാകാൻ, രാജാവാകാൻ, നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളായി മാറാനൊക്കെ ഒരു ഉദ്ദേശം അയാളുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി രംഗത്ത് വന്നിരിക്കുന്ന, നിങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളവനായിട്ട് മാറാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരാളുടെ വർത്താനാണ് ഈ നമ്മൾ കേട്ടതൊക്കെ. അതല്ലാതെ പൂർവികരായ നമ്മുടെ പഴയ കാലം തൊട്ട് തന്നെ നമ്മുടെ പൂർവികരായി ജീവിച്ചു പോയ ആളുകൾക്കിടയിലൊന്നും ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ട് എന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. ഇതാണ് അവർ പറയുന്നത്. മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ, പൗരാണികരായ നമ്മുടെ പ്രപിതാക്കന്മാരുടെ അടുക്കൽ നിന്ന്, അവരുടെ ഇടയിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന, ഇത് ശരിക്കും എന്തോ ഒരു കിറുക്ക് ബാധിച്ച ഒരുത്തനാണ്. ഈ നൂഹ് ഇങ്ങനൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ നമ്മുടെ അടുക്കൽ, അവനെന്തോ ഒരു പിരാന്താണ്, അവനൊരു വട്ട് കയറിയ ആളാണെന്നാണ് തോന്നുന്നത്. ഇതാണ് അവരുടെ പ്രതികരണം. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ, ജിന്നത്തുൻ എന്ന് പറഞ്ഞാല് ഭ്രാന്ത്, മനോവിഭ്രാന്തി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ തലക്ക് വെളിവില്ലാതെ ആയി പോയിട്ടുള്ള, അല്ലെങ്കിൽ തലക്ക് വട്ട് പിടിച്ച ഒരുത്തൻ മാത്രമാണിത് എന്നാണ് അവര് എത്തിച്ചേരുന്ന നിഗമനം. അതുകൊണ്ട് ഫതറബ്ബസു ബിഹി ഹത്താഹി, അപ്പൊ അവനൊരു സമയം ഉണ്ടാകും. ആ സമയം പിന്നിടുന്നതോടുകൂടി അവൻ കാലഗതി പ്രാപിക്കും. അത് കാത്തിരുന്നോളൂ. ഇതാണ് അവരുടെ പ്രതികരണം. ഫതറബ്ബസു ബിഹി ഹത്താഹീൻ, ഒരു നിർണിത കാലം വരെ അവന് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ദുരന്തം വന്ന് ഒടുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കാണുന്നത് വരെ
അതിന് കാത്തിരുന്നോളൂ. ഏത് ഭ്രാന്തനും ഒരു സമയമുണ്ട്. ആ സമയം എത്തുന്നത് വരെ മാത്രമാണ് അവൻ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി നാട്ടിലെ ആളായി എല്ലാവരെയും അടക്കി വാഴുന്ന വിധത്തിലുള്ള പെരുമാറ്റവും വർത്തമാനവും ഒക്കെ നടത്തിക്കൊണ്ടുണ്ടാവുക. അതുകൊണ്ട് എന്തായാലും ഇത് ശരിക്കുള്ള ബുദ്ധിപൂർവകമായ യുക്തി സഹമായ കാര്യമൊന്നുമല്ല നൂഹ് പറയുന്നത്. നമ്മളൊക്കെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഇയാള്. എന്നിട്ട് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവന്റെ ഉദ്ദേശങ്ങൾ വേറെ പലതുമാണ്. നിങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠതയുള്ള ആളാണെന്ന് വരുത്തി തീർത്തിട്ട് പലതും നേടുക എന്നതാണ് ഇവൻ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവനൊരു കാലഗതി പ്രാപിക്കാൻ ഒരു കുറച്ച് സമയം എടുക്കും. അതുവരെ നിങ്ങൾ കാത്തിരുന്ന് ക്ഷമയോടുകൂടി കാത്തിരുന്നോളൂ എന്നാണ് നാട്ടിലെ പ്രമാണിമാര് ജനങ്ങളോട് പറയുകയുണ്ടായത്. ഫതറബ്ബസു ബിഹി ഹത്താഹീൻ. ഹത്താഹീൻ എന്ന് പറഞ്ഞ ഒരു നിർണിത കാലം വരെ. തറബ്ബസു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരുന്നോളൂ, ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാണ്. അതിനകം ഇവന്റെ ശല്യം അവസാനിക്കും. അത്രയൊക്കെ അതുണ്ടാവുള്ളൂ. ഒരു പെറുക്ക് കേസാണ്, ഒരു വട്ട് കയറിയ ഒരുത്തനാണ്. അതുകൊണ്ട് ഇവനെ വല്ലാതെ ഗൗനിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒന്ന് നിശബ്ദരായി ഒന്ന് കാത്തു നിന്നാ മതി. കുറച്ചു കാലം ഇവന്റെ തുള്ളലും ചാടലും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവൻ കാലഗതി പ്രാപിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. ഒന്ന് കാത്തിരുന്നോളൂ. ഈ വിധത്തില് നൂഹ് അലൈഹിസ്സലാമിന്റെ ദൗത്യത്തെ നിസ്സാരമാക്കി കണ്ടുകൊണ്ടാണ് നാട്ടിലെ പ്രമാണിമാര് സംസാരിക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തില് സംസ്കരണവും പരിഷ്കരണവും അതുപോലെ നവോത്ഥാനവും ഒക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ച എല്ലാ പ്രവാചകന്മാർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ആക്ഷേപങ്ങളാണ്. അവരുടെ ഉദ്ദേശ ശുദ്ധിയെ പോലും സംശയിച്ചുകൊണ്ടും അവരുടെ ഉദ്ദേശശുദ്ധിയെ ആക്രമിച്ചുകൊണ്ടും ഒക്കെയുള്ള ഒരു പ്രതികരണമാണ് നാട്ടുകാര്, പ്രത്യേകിച്ച് നാട്ടിലെ കൈകാര്യകർത്താക്കളും അധികാരം വാഴുന്നവരും ഒക്കെ ആയ ആളുകള് അതിനെ കാണുകയുണ്ടായിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരുടെയും കാര്യത്തിൽ അതാണ്. മൂസ അലൈഹി ഇസ്ലാമിനോട് ഫിറഔൻ പറഞ്ഞ ഒരു കാര്യം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അത് ശരി, നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് മൂസ അലൈഹി ഇസ്ലാമും അതുപോലെ ഹാറൂൻ അലൈഹി ഇസ്ലാമുമാണ് ഒരുമിച്ച് ദൗത്യം നിർവഹിക്കുന്നത്. അപ്പോ പറയുന്നത് നിങ്ങൾക്ക് നാട്ടിലെ ആയി മാറണം അല്ലേ? അതിനാണല്ലേ നാട്ടിൽ അധികാരം പിടിച്ചടക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാരായി രാജാക്കന്മാരായി വാഴാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നതില്ലേ എന്നുള്ള നിലക്കാണ് ഫിറൗനെ പിന്തുണക്കുന്ന ആളുകളും ഒക്കെ മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ടായിരുന്നു. സമാനമായ ഒരു ആരോപണം ഈസ അലൈഹി ഇസ്ലാമിന്റെ മേലില് യഹൂദര് ഉന്നയിച്ചിരുന്നു. യഹൂദ സമൂഹത്തിന്റെ രാജാവാകാൻ വേണ്ടിയുള്ള ശ്രമമാണല്ലേ എന്ന നിലക്ക്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ആളുകള് ഉന്നയിക്കുന്ന ആക്ഷേപമാണ്. കാരണം ജനങ്ങളുടെ മനസ്സിലെ അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളാണ് ഉണ്ടാവുക. ഒരാളിപ്പോ വലിയ സാഹസികമായ പലതും ചെയ്തുകൊണ്ട് രംഗത്ത് വരുമ്പോ ജനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം ചെയ്തു വരുമ്പോ എന്തെങ്കിലും ഒരു നേട്ടം അയാൾക്ക് അതിലൂടെ കൈവരിക്കാനില്ലാതെ ആരെങ്കിലും അത് ചെയ്യൂ എന്നൊക്കെയാണ് ആളുകൾ ആലോചിക്കുക. ദൈവ നിയുക്തനായ ഒരു പ്രവാചകൻ തന്റെ ദൗത്യം നിർവഹിക്കുകയാണ് എന്നത് ബോധ്യപ്പെടണമെങ്കിൽ അയാൾ പറയുന്ന കാര്യം എന്താണ് എന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് അത് മനസ്സിലാവുക. ഞങ്ങളെ അല്ലെങ്കിൽ തങ്ങളെ പോലെ തന്നെയാണ് ഈ വന്നിരിക്കുന്ന ആളും എന്ന് കരുതി അവരുടെ ഭൗതിക അതുപോലെ ഐഹിക ജീവിത നേട്ടങ്ങള് എന്തായിരിക്കും എന്നത് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് ആളുകൾ ചെയ്യുന്ന കാര്യം. എന്തെങ്കിലും ഒരു താല്പര്യം ഇല്ലാതെ ഇയാൾ ഇതുമായിട്ട് ഇറങ്ങാൻ ഇടയില്ല. അപ്പൊ മിക്കവാറും നാട്ടിലെ ആളാവാൻ, നാട്ടിലെ നേതാവാകാൻ, രാജാവാകാൻ
അധികാരം പിടിച്ചടക്കാൻ ഒക്കെയാണ് ഇയാൾ ലക്ഷ്യം വെക്കുന്നുണ്ടാകുക എന്ന തീരുമാനത്തിലേക്ക് അവര് വേഗം വരികയാണ്. എന്നിട്ട് അത് ആക്ഷേപമായിട്ട് ഉന്നയിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരും സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ആക്ഷേപം തന്നെയാണ് ഇവിടെ നൂഹ് അലൈഹിസ്സലാമും നേരിടേണ്ടി വരുന്നത്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ആക്ഷേപമാണ് ഭ്രാന്താണ്, വട്ടാണ്, കിറുക്കാണ് എന്നൊക്കെയുള്ള നിലക്കുള്ള നിരീക്ഷണങ്ങൾ. എന്ന് പറഞ്ഞാൽ അവർക്ക് ശീലമില്ലാത്ത, പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നു എന്നത് കൊണ്ട് വേഗം എളുപ്പത്തില് ബ്രാൻഡ് ചെയ്യാണ്. ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾക്ക് ചിത്തഭ്രമമാണ് എന്നൊക്കെയുള്ള നിലക്ക്. ഇതാണ് ഇവിടെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പേരിലും ഈ ആളുകള് ആക്ഷേപമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് ആ കാലഘട്ടത്തില് ജനങ്ങളെ നിയന്ത്രിക്കുന്ന, അധികാരം കൈയാളുന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് ഉണ്ടാവുക എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. കാരണം നൂഹ് അലൈഹിസ്സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിക്ക് സ്വീകാര്യത ലഭിക്കുകയാണെങ്കിൽ അതിന്റെ സ്വാഭാവികമായ ഒരു പരിണിതി ജനങ്ങൾ തങ്ങളെ അനുസരിക്കുകയും തങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്തിരുന്നത് അവസാനിപ്പിച്ച് അവരൊക്കെയും തന്നെ നൂഹിനെ അനുസരിക്കുന്നവരായിട്ട് മാറും, നൂഹിനെ പിൻപറ്റുന്നവരായിട്ട് മാറും. നാട്ടില് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന പ്രമാണിമാരും രാജാക്കന്മാരും ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടായിരുന്നത് ഒക്കെ തകിടം മറിയും. ഇതാണ് അവരുടെ ആശങ്ക. അതുകൊണ്ട് അവര് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഇൻഹുവയില്ല റജുലും ബിഹി ചിന്നത്തുൻ. ഇയാള് ഒരു ഭ്രാന്തുള്ള, ചിത്തഭ്രമമുള്ള ഒരാള് മാത്രമാണ്, അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ തറബസു ബിഹി ഹത്താഹി. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു കാലം ഒന്ന് കാത്തിരുന്നോളൂ. അപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത്. ഭ്രാന്തന്മാര് വല്ലാതെയൊന്നും വാഴാറില്ലല്ലോ. അവര് വന്ന് ഒരു ഭ്രാന്തൊക്കെ കാണിച്ച് കുറച്ചു കാലമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവരെ കാലം കഴിയുന്നതോടുകൂടി അവരങ്ങ് ഒടുങ്ങി പോകുന്നതാണ് എല്ലാവരും കാണുന്നത്. ഇതേ സംഗതി തന്നെയാണ് നൂഹിന്റെ കാര്യത്തിലും കാണാൻ പോകുന്നത്. നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മതി എന്നാണ് പ്രമാണിമാര് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ വളരെ ശ്രദ്ധേയമായ, സംഭവബഹുലമായ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരണമാണ് ഇവിടെ. അതിന്റെ ഭാഗികമായിട്ട് മാത്രമാണ് ആ സംഭവം നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഏതാനും ആയത്തുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇതിനെ തുടർന്ന് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദാംശങ്ങൾ ആ ആയത്തുകൾ പഠന വിധേയമാക്കുന്ന ഘട്ടത്തിൽ പങ്കുവെക്കാൻ ശ്രമിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.